പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ ഒരു തന്നെയല്ലേ മാറ്റി വയ്ക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും, അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻ. പക്ഷേ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനില്ല. ഇപ്പം 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. ഒരു പ്രിപ്പറേഷൻ, അതറിയാതെ സംഭവിക്കുന്നത്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പം ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചൊരു ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒരു സക്സസ്സിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പോൾ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കില്ല എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷനാവില്ലേ? അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ, അല്ലേ? നമുക്കൊരു സിനിമയുടെ ട്രെയിലർ ലോഞ്ച് നടന്നു, ട്രെയിലർ കണ്ടു, ഇനി സിനിമ കാണാൻ പോവാണ്. ആ സിനിമയെ കണ്ടിട്ട് വിലയിരുത്തും. നല്ല സിനിമയാണെങ്കിൽ നല്ലതെന്ന് പറയും, അല്ലേ? അങ്ങനെ എനിക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ ഇരിക്കുന്ന ആളുടെ ടെൻഷനിൽ പോയിട്ടൊന്നും കുത്തി നോക്കരുത് പ്ലീസ്. നിങ്ങളുടെ ഈ ടെൻഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് പറയാണ്. കാരണം ഈ പ്രണവ് സിനിമയിൽ അഭിനയിക്കാൻ വരുന്ന സമയത്ത് ആദ്യമേ പറഞ്ഞിരുന്നു, ചേട്ടാ ഈ ഇൻ്റർവ്യൂസിനൊക്കെ കുറച്ച് ടെൻഷനാണ്. അപ്പം നമ്മളത് അങ്ങനെ അനുവദിച്ചു കൊടുത്തു. മായ സിനിമയിൽ വന്നപ്പോഴും ഇത് തന്നെ പറഞ്ഞിരുന്നു, അയ്യോ ഇത് എല്ലാവരുടെയും മുന്നിൽ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല, നമ്മളങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനൊക്കെ. ഇപ്പം നമ്മളെന്ന് പറഞ്ഞില്ല, അങ്ങനെ ഒന്നുമില്ല, അങ്ങനെ ഒന്നും മോള് വരണ്ട എന്ന് പറഞ്ഞു. സിനിമയെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ തന്നെയാണ് പറഞ്ഞത്, ഇല്ല മോളെ അതാ ഒന്ന് ജസ്റ്റ് വന്നാൽ അവരെന്തെങ്കിലും നമ്മുടെയൊക്കെ ഫ്രണ്ട്സ് അല്ലേ, എന്തെങ്കിലും രണ്ടു വാക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ പാവം വന്നിട്ട് അതിനിപ്പോൾ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇതാണ് സത്യസന്ധമായ കാര്യം. ഓക്കെ. Sir, one question to you. You always describe your filmmaking process as instinctive rather than a lot of elaborate performances. But watching Vismaya during her filmmaking process, did you recognize her own style of preparation, or could you connect it with your style of just going with the flow?